ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ക്ഷണം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാനിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സാഗണലളിതാ ശ്രീവിശാഖാനിധം ഹേ കൃഷ്ണ കരുണാ സിന്ധൂരി ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നമഃ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനേ നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണി. നാരായണം നമസ്കൃഭ്യാം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിർ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. പ്രണാമം പ്രണാമം. മാതാജി. നമ്മള് ഹരേ കൃഷ്ണ 32ാമത്തെ മാതാജി. ശ്ലോകമാണല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്? കലി വന്നു കഴിഞ്ഞിട്ട് കലിയെ അവിടെ എന്താണ് പരീക്ഷിത്ത് തന്റെ രാജ്യത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. അധർമ്മത്തിന്റെ മിത്രങ്ങളെയൊക്കെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? പരീക്ഷിത് മഹാരാജാവിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു രാജാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യം എങ്ങനെയായിരിക്കും? അഴിമതി മുക്തമായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇനി നമ്മൾ പറയേണ്ടത് 32ാമത്തെ ശ്ലോകം അല്ലേ. ഇത് 31. 31 കഴിഞ്ഞില്ലേ? 32ആണ് അല്ലെ തുടങ്ങേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കൊള്ളൂ കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. വർത്തമാനം നരദേവദേഹേ അനുപ്രവൃത്തോ യമധർമ്മപൂകഃ പൂകഃ എന്നാണ് കേട്ടോ. ലോപോ നൃതം ചൗര്യമനാര്യഭംഗോ ജ്യേഷ്ഠാചമായ കലഹശ്ചദംഭഃ. ഹരേ കൃഷ്ണ. നീ വർത്തമാനം സന്നിഹിതനായിരിക്കുമ്പോൾ നരദേവൻ രാജാവ് ദേഹേഷു ശരീരത്തിൽ അനുപ്രവൃത്തക എവിടെയും സംഭവിക്കുന്നു. അയം അവയെല്ലാം അധർമ്മതത്വങ്ങൾ. പൂകക സാമാന്യ ജനങ്ങളിൽ. ലോഭക ലോഭം. അനൃതം അസത്യഭാഷണം. ചൗര്യം കവർച്ച. അനാര്യം ധിക്കാരം. അംഹക വിശ്വാസപാതകം രാജ്യദ്രോഹം. ജ്യേഷ്ഠ നിർഭാഗ്യം. ച മായ ചതി. കലഹക കലഹം. ച ദംഭ പൊള്ളയായ. സ്വയം ശ്രേഷ്ഠതാഭാവം. അഭിമാനഗർവം. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. വിവർത്തനം ചില പ്രപാദിക്ക് ജയ്. കലിസത്വത്തെ അധർമ്മത്തെ നരദേവനായി അഥവാ രാജാവായി വാഴാൻ അനുവദിക്കുന്ന പക്ഷം അത്യാർത്തി, വഞ്ചകത്വം, അസത്യഭാഷണം,
കൊള്ള, കവർച്ച, ധിക്കാരം, രാജ്യദ്രോഹം, നിർഭാഗ്യം, കലഹം, അഭിമാനഗർവം മുതലായ അധാർമിക തത്വങ്ങൾ നിശ്ചയമായും വർദ്ധമാനമാകും. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അധർമ്മത്തെയാണ് നമ്മൾ കൈക്കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ രാജ്യത്തിലെ ഭരണമൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ. ഇപ്പൊ പലപ്പോഴും കാണാറുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തില് ഇപ്പൊ ആൾക്കാർക്ക് വരാനായിട്ട് വളരെയധികം ഇഷ്ടം തോന്നുന്നത്? ധർമ്മം ചെയ്യാനായിട്ട് സാധിക്കും, കൈയിട്ട് വരാൻ സാധിക്കും. പരിശുദ്ധ ആ മഹാരാജാവ് എല്ലാവരും ഒന്നാമത് നമ്മൾക്ക് കീർത്തി ലഭിക്കും അല്ലെ, പ്രശസ്തി ലഭിക്കും. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെയുണ്ട്. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരാളാണ്, അയാള് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ 5 കൊല്ലം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ധനം സമ്പാദിച്ച് നമുക്ക് കാണാം. അവർക്ക് സുഖകരമായിട്ടുള്ള വാഹനങ്ങൾ ലഭിക്കും, അങ്ങനെ പോകാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും എന്താണ് സുഖസമൃദ്ധമായിട്ട് നടക്കും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഒരു ജോലി സമ്പാദിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത വേണം അല്ലെ, നന്നായി പഠിക്കണം. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഡോക്ടർ ആവാനുള്ളത് പഠിച്ചു, LLB പഠിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നടക്കുന്ന ഒരു കാലത്ത് ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ആവശ്യമില്ല. ഒരു 10ാം ക്ലാസ് പാസ്സായാലും ഓക്കെയാണ് അല്ലെ, അത് പാസ്സാവണം തന്നെ ഇല്ല എന്ന് വെച്ചോളൂ. എന്നാലും എന്താണ് അവര് പറയുന്നത് വേണം ഈ ജോലിക്കാര് അനുസരിക്കണം. ഇപ്പൊ ഇവൻ ഒരു കളക്ടർ ആണെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ഈ മന്ത്രിസഭയിലത്തെ മന്ത്രിമാരുടെ അനുവാദം ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇല്ല. പക്ഷെ ആ കളക്ടർ എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ട് നേടുന്ന ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണോ? അത്രയ്ക്കും പഠിച്ച് അത് അത്രയും ബുദ്ധിയോട് കൂടിയിട്ട് അത്രയും ഡെഡിക്കേഷൻ ആണ് അല്ലെ ഒരു കളക്ടർ ആവാനൊക്കെ, IAS പാസ് ആവാന്ന് പറയുന്നത്, ഒരു UPSC എക്സാം പാസ് ആവാന്നൊക്കെ പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് ആലോചിച്ച് നോക്കൂ. 5 കൊല്ലത്തെ 6 കൊല്ലത്തെയൊക്കെ എഫർട്ടാണ് ഓരോരുത്തരുടെ. അതും ഉണ്ണാണ്ട് ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് അവർ ആ ലെവലിലേക്ക് എത്തുന്നത്. പക്ഷെ അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതൊന്നുമില്ലാതെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് നമ്മുടെ ആൾക്കാരാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അവിടെ അഴിമതി എന്നുള്ളത് ആ ഒരു യഥാർത്ഥ ഗുണങ്ങൾ നമ്മളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വ്യാപിക്കുക ആ രാജ്യത്തും അല്ലെ. അവിടെ ഓരോരുത്തരും എന്താണ് വിചാരിക്കുന്നത്, ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കണേന്നല്ല എല്ലാവരും വിചാരിക്കുക. എനിക്ക് രാഷ്ട്രീയത്തിൽ പോയിട്ട് ഒരു കക്ഷിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും സാധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഏത് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും പിന്നിക്കൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഓരോരുത്തരുടെ ഉള്ളിലും വരുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ അതപ്പതിച്ച് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അപ്പൊ രാജാവായിട്ട് വാഴാൻ അനുവദിക്കുന്നു, പക്ഷെ എന്താണ് അത്യാർത്ഥി, വഞ്ചകത്വം, അസത്യഭാഷണം, എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും നടക്കും അല്ലെ. കൊള്ള, കവർച്ച, ധിക്കാരം, അതാണ് രാജ്യദ്രോഹം, നിർഭാഗ്യം, കലഹം, അഭിമാന ഗർവം, ഇതൊക്കെയാണ് കാണുക. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. നാം മുമ്പ് പ്രസ്താവിച്ചതുപോലെ വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത എന്നീ ധർമാനുശാസനങ്ങൾ ഏത് മതവിശ്വാസിക്കും അനുവർത്തിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് 4 കാര്യങ്ങളാണ് ധർമ്മത്തിന്റെ 4 കാലുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത, 4 കാര്യങ്ങളാണ് അല്ലെ. അതിലാണ് 3 കാലുകൾ നമ്മൾ പോയി ഇത് പറയുന്നത് അല്ലെ. അതിലെ 3 കാലുകൾ ഏതൊക്കെയാണ്? വൈരാഗ്യം, ശുദ്ധി, ദയയാണ് പോയിട്ടുള്ളത്. സത്യസന്ധതയാണ് കുറച്ചെങ്കിലും ബാക്കിയുള്ളതെന്നാണ് പറയുന്നത് കലയുഗത്തില്. അപ്പൊ ഇതൊക്കെ പാലിക്കാനായിട്ട് ഏതെങ്കിലും നമ്മൾക്ക് ഒരു ജാതിയുടെ ആവശ്യമുണ്ടോ? ഇത് എല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. സത്യസന്ധതയായാലും ശുദ്ധിയായാലും ദയയായാലും വൈരാഗ്യമാണെങ്കിലും ജാതി മത ഭേദമന്യേ ഓരോ മനുഷ്യരും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് ജാതിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഏത് മതവിശ്വാസിക്കും അനുവർത്തിക്കാവുന്നതാണ്. ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്കോ, ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കോ, ക്രിസ്തു മതത്തിൽ നിന്നും മറ്റേതെങ്കിലും മതത്തിലേക്കോ മാറേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മതത്തിൽ പോയി അനുവർത്തിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മളോട് എന്താ പറയുന്നത്? ഈ 4 ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവണം എന്നാണ്. അത് ഏത് മതത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇത് ബാധകവുമാണ്. അപ്പൊ അതുകൊണ്ട് മതം എന്നുള്ളത് ഒരു ലേബൽ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അത് മനുഷ്യരിൽ നിന്നാണ്. മനുഷ്യജന്മം നമ്മൾക്ക് 84 ലക്ഷം ജീവിവർഗങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജന്മമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മനുഷ്യരായിട്ട് എത്രയോ കാലം ഭഗവാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എന്താ വിചാരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയില്ല നമ്മളുടെ പൂർവ്വജന്മങ്ങളൊന്നും അല്ലെ. പക്ഷെ ഭഗവാൻ അറിയില്ലേ നമ്മൾ എത്ര കോടി ജന്മങ്ങളിൽ കൂടി കടന്നു പോയിക്കണം എന്നുള്ളത് ഭഗവാൻ അറിയില്ലേ? പിന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആരാണ് ശരിക്കും നമ്മള് ഭഗവാന്റെ നാമത്തിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുന്നത്? നമ്മളാണോ ഭഗവാനാണോ? ഭഗവാനാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഈ മനുഷ്യജന്മത്തിൽ എത്തിയിട്ടെങ്കിലും ഇവര്
എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമോ എന്നുള്ള എന്താ പറയാ, അത്രയും ഉത്സാഹത്തോട് കൂടിയിട്ട് ആവലോട് കൂടിയിട്ടെന്ന് പറയില്ലേ, അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭഗവാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. ഭഗവാനാണ് നമ്മളുടെ ഓരോ പ്രവൃത്തികളും അറിയുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ തെറ്റുകളായാലും ശരികളായാലും ദുഃഖങ്ങളായാലും സുഖങ്ങളായാലും എല്ലാം നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ഭഗവാനാണ്. കാരണം നമ്മൾ നമ്മളെ അറിയുന്നത് ഈ ജന്മത്തിലെ ഒരു ശരീരം വെച്ചിട്ടാണ്. എന്നാൽ ഭഗവാൻ നമ്മളെ അറിയുന്നത് കോടി കോടി ജന്മങ്ങളായിട്ടുള്ള ആത്മാവിനെ വെച്ചിട്ടാണ് അറിയുന്നത്. ഏതൊക്കെ ശരീരങ്ങളിൽ കൂടി പോയി, ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്തു, എല്ലാം ഭഗവാന് മനപ്പെടാണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ധർമാനുശാസനങ്ങൾ അനുവർത്തിക്കാത്ത ധർമ്മഭഷ്ടനായി തീരേണ്ട ആവശ്യവുമില്ല. അതായത് നമ്മൾക്ക് അതായത് ഓരോ ജാതിയിലുള്ള ആൾക്കാർക്കും അവരവരുടെ മത അനുശാസനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. അവിടെ അതായത് ജാതി മാറിയിട്ട് അതിൽ നിന്ന് പുറത്താക്കി അവരെ പിന്തള്ളുന്ന മാരത്തെ ഒരു പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഏത് മതത്തിലാണ് ഇരിക്കുന്നത് ആ മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. ഭാഗവത ധർമ്മം ധർമാനുശാസനങ്ങളെ അനുവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ധർമാനുശാസനങ്ങൾ സ്ഥിരപ്പെട്ടതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ ക്രമീകൃത തത്വങ്ങളോ ആ വിശ്വാസത്തിന്റെ വിശ്വാസ തത്വങ്ങളോ അല്ല. അത്തരം നിയമ വ്യവസ്ഥകൾ കാലദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. എന്നാൽ മതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കിയോ എന്ന് ഒരുവൻ ഉറപ്പിക്കേണ്ടതാകുന്നു അഥവാ നിരീക്ഷിക്കേണ്ടതാകുന്നു. അതാണ് പറയുന്നത്. ഇപ്പോ ഓരോ സ്ഥലത്തും ഇപ്പൊ അമേരിക്കയിലുള്ള നിയമങ്ങൾ വേറെ ആയിരിക്കാം അല്ലെ, ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ വേറെ ആയിരിക്കാം. അതെന്ന് പറയുന്നത് അവരുടെ ആ ദേശകാല പ്രകൃതികൾക്ക് അനുസരിച്ച് കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലത്തെ കാലാവസ്ഥയെ ആയിരിക്കില്ല അമേരിക്കയിൽ ഉണ്ടാവുക, ആസ്ട്രേലിയയിൽ ഉണ്ടാവുക, ആഫ്രിക്കയിൽ ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമ്മളുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും രാവിലെ ഒരു 6 മണിക്ക് ഏകദേശം അറൌണ്ട് 6 നമ്മൾക്ക് സൂര്യൻ ഉദിക്കുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണിയുടെ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഏത് വ്യവസായ സ്ഥാപനങ്ങളായാലും ശരി, സ്കൂളുകളായാലും ശരി, അതൊക്കെ ആ ഒരു സമയത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലെ. പക്ഷെ വേറൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ശൈത്യകാലം എന്ന് പറയുന്നത് വളരെ ഇതാണ് അല്ലെ. ഇപ്പോ കാനഡയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. പ്രത്യേകിച്ച് അവര് വിന്റർ എന്ന് പറയുമ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് 3-4 മണിക്കൂറൊക്കെയാണ് സൂര്യപ്രകാശം കാണുകയാണെങ്കിൽ തന്നെ കാണുക. അപ്പോൾ നമ്മളുടെ രീതിയിൽ അവർക്കൊരു രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് 3 മണി 4 മണി ആകുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ രാത്രി 9 മണി 10 മണി വരെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് അവരുടെ എല്ലാ ചിട്ടകളും വേറെ ആയിരിക്കും. അവരുടെ സമ്മറിനനുസരിച്ച് അവരുടെ വിന്ററിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മളുടെ കാലദേശ പ്രകൃതികൾക്ക് അനുസരിച്ചിട്ടാണ് ആ രാജ്യത്തിന്റെ ചിട്ടകൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ മാതിരി മറ്റേ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലെ. അപ്പൊ എന്നാൽ മതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പക്ഷെ എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മളോട് ഇപ്പൊ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും അനുസരിക്കുന്നുണ്ടോ, അതോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റിമറിക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാ മതത്തിലും ഇപ്പോ ബൈബിളിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒരു ജീവികളെയും ഒന്നിനെയും കൊല്ലരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ്. ഒന്നിനെയും കൊല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നമ്മളുടെ എന്ത് വരും, എല്ലാ ജീവിവർഗങ്ങളും പെടില്ലേ, മരങ്ങളും പെടും, എന്താണ് അതുപോലെ തന്നെ മൃഗങ്ങളും പെടും, പക്ഷികളും പെടും അല്ലെ. പക്ഷെ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു, നമ്മൾ തീരുമാനിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ കുറിച്ച് മാത്രമാണ്. അത് നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ബൈബിൾ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവണം, ഞാനത് ഇതേ ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറയല്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ അതിനെ വ്യാഖ്യാനിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പക്ഷേ എല്ലാ നിയമസംഹിതകളും പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല, ഹിംസിക്കരുത് എന്നാണ്. ഹിംസ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അത് വൈരാഗ്യം, ശുദ്ധി, അതാണ് ഇവിടെ പറയുന്നത്. ദയ എന്ന് പറയുന്നതിലാണ് അത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ 4 കാര്യങ്ങള് ഓരോരുത്തരും പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷ്ണബോധത്തിലുള്ള ആൾക്കാരാണ്, അവർ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എന്നുള്ളതാണ്. എന്നാൽ മതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കിയോ എന്ന് ഒരുവൻ ഉറപ്പിക്കേണ്ടതാകുന്നു അഥവാ നിരീക്ഷിക്കേണ്ടതാകുന്നു. യഥാർത്ഥ തത്വങ്ങൾ സംപ്രാപ്തമാക്കാതെ സ്വന്തം മതനിഷ്ഠയിലും നിയത വ്യവസ്ഥകളിലും ഉറച്ചു നിൽക്കുന്നത് നന്നല്ല. ഒരു മതനിരപേക്ഷ രാഷ്ട്രം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തോട് പക്ഷഭേദം കാട്ടുകയില്ല. ഇപ്പൊ നമ്മൾക്കും എങ്ങനെയാണ്, ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ജനാധിപത്യ രാജ്യമാണ് അല്ലെ. ഇവിടെ പ്രത്യേക ഏതെങ്കിലും മതത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ നിയമസംഹിത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോട് പക്ഷഭേദം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ ധർമ്മങ്ങളോടും നിഷ്പക്ഷത പുലർത്തുന്നു. എന്നാൽ മുകളിൽ പ്രസ്താവിച്ച
പോലെ രാജ്യം ധർമാനുശാസനങ്ങളോട് ഉദാസീനത കാട്ടുകയുമില്ല. അപ്പൊ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോട് നമ്മൾ അനുഭാവം കാണിക്കുന്നില്ല, ഏതെങ്കിലും പ്രത്യേക മതത്തിന് പ്രാമുഖ്യം ഇല്ല എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് മതത്തിലെയും അനുശാസനങ്ങളൊന്നും നമ്മൾ പാലിക്കണ്ട എന്നുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ എന്താണോ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അത് പാലിക്കണം. പക്ഷേ കലിയുഗത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത്തരം ധർമാനുശാസനങ്ങളോട് അലംഭാവം കാട്ടുന്നു. നമ്മളെന്താണ്, നമ്മൾക്ക് ഏത് മതവും ഇല്ല, അപ്പൊ അതുകൊണ്ട് ഏത് റൂൾസും നമ്മൾക്ക് ബാധകമല്ല. എനിക്ക് എന്ത് തോന്നുന്നു, ഞാനാണ് ഭരിക്കുന്നത്, എനിക്ക് എന്ത് തോന്നുന്നു അതാണ് ശരി എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് പലപ്പോഴും എന്താ പറയാ പ്രശ്നങ്ങൾ വരുന്നത്. പല രാജ്യങ്ങളും തമ്മിലും പ്രശ്നങ്ങൾ വരാനുള്ള കാരണം മെയിനായിട്ടും ഇതുപോലത്തെ കാര്യങ്ങളാണ്. അഥവാ ഉദാസീനത പുലർത്തുന്നു. ആകയാൽ അവരുടെ രക്ഷാധികാരിത്വത്തിൽ അത്യാഗ്രഹം, അസത്യ സംഭാഷണം, വഞ്ചന, കളവ്, കവർച്ച തുടങ്ങി ധർമാനുശാസനങ്ങൾക്കെതിരായവയെല്ലാം സ്വാഭാവികമായും പിന്തുടരപ്പെടും. അപ്പൊ പൂർണ്ണമായിട്ട് സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഒരിക്കലും നുണ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല അല്ലെ? നമ്മളുടെ ഈ വ്യവസ്ഥിതിയിൽ വന്നു കഴിഞ്ഞിട്ട് അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കും, ഓരോ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആണോ? അല്ല, ഒരു ലൈസൻസ് ഏതെങ്കിലും ഒന്നും വേണ്ട, നമ്മളൊരു ലൈസൻസ് എടുക്കണം. ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ കൂടി നമ്മൾ എന്ത് വേണം, ആരെങ്കിലും ത്രൂ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് നമ്മൾക്കത് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ അത്രയും തവണ നമ്മൾ നടത്തിക്കുവര്. അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾക്ക് ഒരാളുടെ പിന്തുണ ആവശ്യം വരികയാണ്. അവർക്ക് എന്തെങ്കിലും അഴിമതിയായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരികയാണ് എന്നുള്ളതാണ്. അപ്രകാരം രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കാൻ മുറവിളി കൂട്ടുന്ന പ്രചാരണങ്ങൾക്ക് അർത്ഥമില്ലാതായി തീരും. ഹരേ കൃഷ്ണ. ശ്ലോകം 33. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതി പ്രവർത്തിതവ്യം തദധർമ്മബന്ധോ. ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ. ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞൈർ. യജ്ഞേശ്വരം യജ്ഞവിതാന വിജ്ഞാഃ. ഹരേ കൃഷ്ണ. ഇല്ല, വർത്തിതവ്യം വസിക്കുവാൻ അർഹതയുള്ള തത് ആകയാൽ, അധർമ്മ ബന്ധോ മിത്രം ധർമ്മേണ ധർമ്മത്തോടൊപ്പം, സത്യേന സത്യത്തോടൊപ്പം, വർത്തിതവ്യേ അവയിൽ അവസ്ഥിതമായിക്കൊണ്ട്, ബ്രഹ്മവർത്തെ യജ്ഞമനുഷ്ഠിക്കുന്ന സ്ഥലം, എത്ര എവിടെ, യജന്തി യഥാർഹമായി നിർവഹിക്കുക, യജ്ഞങ്ങളാൽ അല്ലെങ്കിൽ ഭക്തിസേവനം മുഖേന, യജ്ഞ ഈശ്വരം പരമപുരുഷന് പരമദിവ്യോ യജ്ഞം യാഗം വിതാന വ്യാപിക്കുന്നു, വിജ്ഞാഹ വിദഗ്ധർ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീലപ്രപാദിക്ക് ജയ്. ആകയാൽ ഹേ അധർമ്മ ബന്ധുവേ, പരമദിവ്യോത്തമ പുരുഷന്റെ സംതൃപ്തിക്കായി സത്യസന്ധമായും ധർമാനുശാസനങ്ങൾ അനുസരിച്ചും നിപുണന്മാരാൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലത്ത് വസിക്കുവാൻ നീ അർഹനല്ല. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ഉറപ്പിച്ച് പറയാണ് കലിയോട് എന്താ പറയുന്നത്? ഒരിക്കലും സത്യസന്ധമായും ധർമാനുശാസനങ്ങളും അനുസരിച്ച്, അതായത് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലത്ത്, അതായത് അപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ സ്ഥലം എങ്ങനെയുള്ളതായിരുന്നു? ആ രാജ്യം എല്ലാവരും പരമദിവ്യോത്തമ പുരുഷന്റെ സംതൃപ്തിക്കായിട്ട് സത്യസന്ധമായിട്ടും ധർമാനുശാസനങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ധർമാനുശാസനങ്ങൾ അനുസരിച്ച് യജ്ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരിക്കലും എന്തിനു നിൽക്കാൻ പറ്റില്ല? അധർമ്മത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നീ ഇവിടെ വസിക്കുവാൻ അർഹനല്ല എന്ന് പറയുകയാണ് പരീക്ഷിത് മഹാരാജാവ്. ഭാവാർത്ഥം. ചില പ്രപാദിക്ക് ജയ്. സകല യജ്ഞാനുഷ്ഠാനങ്ങളുടെയും ഭോക്താവ് യജ്ഞേശ്വരൻ അഥവാ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾ വ്യത്യസ്ത യുഗങ്ങളിൽ വിഭിന്നമായി ധർമ്മശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മൾ 3ാമത്തെ ഭഗവത്ഗീത ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിലെന്താ പറഞ്ഞത്? എല്ലാ നമ്മളെ ദേവതമാർക്ക്, അതായത് ഒരു ഗണപതിക്കോ ഒരു ദുർഗയ്ക്കോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഭഗവത് സേവ ചെയ്യാറുണ്ട്, ഗണപതി ഹോമം ചെയ്യാറുണ്ട്, സത്യനാരായണ ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ?
അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ഭോക്താവ് ആരാണ്? ആർക്കാണ് ഇത് എത്തുന്നത്? ഭഗവാൻ. ഭഗവാനാണ്. കാരണം എന്താണ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനിലേക്കാണ് എത്തുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ദേവതമാരൊക്കെ ആരുടെ ദേഹത്തിന്റെ അവയവങ്ങളായിട്ടാണ് പറയുന്നത്? ഭഗവാന്റെ ഭഗവാന്റെ. ആ വിശ്വരൂപത്തിൽ എല്ലാ ഭഗവാൻ എല്ലാ ദേവതകളും ഉണ്ടായിരുന്നു അല്ലെ? അപ്പം അതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്തുന്നത് ആർക്കാണ്? ഭഗവാന് തന്നെയാണ് എന്നുള്ളതാണ്. ഭഗവാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അപ്രകാരം എല്ലാവിധത്തിലും ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുകയും സംതൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിനെ യജ്ഞം അർത്ഥമാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്, കർമ്മങ്ങളാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ നാസ്തികർ ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല. ആകയാൽ അവർ ഭഗവത് സംതൃപ്തിക്കായി യാതൊരുവിധ യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നില്ല. ഭഗവാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അപ്രകാരം യജ്ഞം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഏതൊരു സ്ഥലത്തെയും രാജ്യത്തെയും ബ്രഹ്മാവർത്തം എന്ന് അഭിസംബോധന ചെയ്യുന്നു. അപ്പൊ ബ്രഹ്മാവർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ അംഗീകരിക്കുന്നു. അവിടുത്തെ എല്ലാവരും ഭഗവത് ഭക്തന്മാരാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഭഗവാന് വേണ്ടി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മാവർത്തം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോറി 33 അല്ലേ? അതെ. ഓരോ രാജ്യത്തും പരമദിവ്യത പുരുഷനെ സംതൃപ്തിപ്പെടുത്താനായി വ്യത്യസ്തമായ യജ്ഞാനുഷ്ഠാനങ്ങൾ ഉണ്ടാവാം. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഭിന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ ഓരോ രാജ്യത്തും, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഓരോ സ്ഥലത്തെയും ആരാധനാ രീതികളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ കേരളത്തിലും തമിഴ്നാട്, കർണാടക എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ അമ്പലങ്ങളിലെ പൂജാവിധികൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാവുക അല്ലെ? കണ്ടിട്ടില്ലേ? നമ്മൾ പോകുമ്പോൾ അറിയാം. ഇപ്പൊ നമ്മള് വേറെ അമ്പലങ്ങളിലൊക്കെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാതിരിയാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അതുപോലെ തന്നെ പല തരത്തിലാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള മുഖ്യ ഉപായം, അതായത് കേന്ദ്ര ആശയം എന്ന് പറയുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ ഖണ്ഡിതമായി തീർച്ചപ്പെടുത്തിയിരിക്കുന്നു, വിശദമാക്കിയിരിക്കുന്നു. അത് സത്യനിഷ്ഠമാകുന്നു. ഏറ്റവും ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സത്യനിഷ്ഠ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സത്യസന്ധരായിരിക്കണം എന്നുള്ളതാണ്. എത്ര ഇതായിട്ടാ പറഞ്ഞേക്കണേന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ സത്യസന്ധത എന്ന് പറയുന്ന വാക്കിന് എത്രത്തോളം ഒരിതുണ്ട് എന്നുള്ളത്. ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം സത്യനിഷ്ഠയും സർവ്വധർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയുമാകുന്നു, അഥവാ ഭഗവത് പ്രീതിയാകുന്നു. കലിയുഗത്തിൽ യജ്ഞത്തിന്റെ മഹത്തായ പൊതുസൂത്രവാക്യം സങ്കീർത്തന യജ്ഞമാകുന്നു. യജ്ഞ നടപടികളെ എപ്രകാരം പ്രചരിപ്പിക്കണമെന്ന് അറിയാവുന്ന വിദഗ്ധരുടെ അഭിപ്രായമാണത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ യജ്ഞാനുഷ്ഠാന മാർഗത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മാത്രവുമല്ല, സങ്കീർത്തന യജ്ഞം എന്ന യജ്ഞാനുഷ്ഠാന നടപടി കലിസത്വത്തെ തുരത്താനും കലിയുഗത്തിന്റെ സ്വാധീന പ്രഭാവത്താൽ കഷ്ടപ്പെടുന്ന മാനവരാശിയെ രക്ഷിക്കാനും എവിടെയും ലോകത്തിന്റെ ഏത് ഭാഗത്തും അനുഷ്ഠിക്കാമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. അപ്പൊ നമ്മൾക്ക് എന്താ വേണ്ടത്? ആദ്യം സത്യസന്ധതയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ആലോചിച്ചറിയാം, ശരിക്കും നമ്മൾ എന്തുകൊണ്ട് സത്യസന്ധരായിരിക്കണം എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പറയാത്ത ഒരാളും ഉണ്ടാവില്ല ഈ ലോകത്ത്. എത്ര നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവും. ചില സന്ദർഭം നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് വിഷമം വരരുത്, ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾക്ക് നമ്മുടെ മക്കളെ അടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അമ്മമാര് പറഞ്ഞിട്ടുണ്ടാവും. അതായത് അച്ഛന്മാരെ നല്ല അടി കിട്ടും ചില സമയത്ത് ഇതാവുമ്പോ. അപ്പൊ അത് വേണ്ട നേരിച്ചിട്ട് ഇപ്പൊ തൽക്കാലം എന്നിട്ട് ഒന്ന് വാൺ ചെയ്യും. ഇത്തവണ ഞാൻ അച്ഛനോട് പറയുന്നില്ല, ക്ഷമിക്കണു, അടുത്ത തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിറയെ അമ്മമാരുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാർ ഇവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവുന്നുണ്ടോ അങ്ങനെയൊക്കെ? ചിലപ്പോ നിസ്സാര കാര്യത്തിന് പോലും പറയും മാതാജി. അതാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ പലപ്പോഴും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി നമ്മൾ സത്യം പറയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ചില സന്ദർഭങ്ങളിൽ ഓവറായിട്ട് ഒരു സിറ്റുവേഷൻ വഷളാകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നുണയൊക്കെ പറയാറുണ്ടാവും അല്ലെ? പക്ഷേ സത്യസന്ധത ഇപ്പൊ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് ഒരു സന്ദർഭത്തിൽ നമ്മൾ നുണ പറഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ ഏതോ ഒരു കാര്യത്തിന് നുണ പറഞ്ഞു ഇന്ന സമയത്ത്, നമ്മൾ ഇല്ല ഞാൻ അവിടേക്ക് പോയിട്ടില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയോ എന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കും. ആ സമയത്ത് ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ്, രണ്ടാഴ്ച കഴിഞ്ഞ്, മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും അവിടെ നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ വായിന്ന് വന്നു വരാം.
നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. തീവ്രമായിട്ട് അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ അത് മറന്നു പോകും. അപ്പൊ ഒരു നുണ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ കീപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഈ നുണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് അതേപോലെ പറയുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നുണ പറയുന്നതിനേക്കാൾ. അതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒന്നും ഇങ്ങനെ ഓർത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ തലയിൽ കയറ്റേണ്ട ആവശ്യമില്ല. ഓ അന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ കാലത്ത്, ഇപ്പൊ പറ്റില്ല, ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റും ഈ സ്കൂളിലൊക്കെ ചേരേണ്ട സമയത്ത്. നമ്മള് അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നമ്മുടെ ഡേറ്റ് അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തുന്ന ഒരു പരിപാടിക്ക് ഉണ്ടായിട്ടോ ഞങ്ങളുടെ കാലത്ത്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാർച്ചിലൊക്കെ ഈ ജൂൺ മാതിരി ജനിക്കുന്ന മാതിരി അങ്ങോട്ട് മാറ്റും. അതിന് മുമ്പത്തെ സെപ്റ്റംബറിലൊക്കെയാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ കൂടി ജൂണിലാണ് ജനിച്ചതെന്നുള്ള മാതിരി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ വയസ്സ് അതായിരിക്കില്ല, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതായിരിക്കില്ല. പക്ഷെ പിന്നെന്താ വരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ അത് ഓർത്ത് വെക്കണം. അതായത് നമ്മളുടെ ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വേറെയാണ്, മറ്റേത് വേറെയാണ് എന്നുള്ള പോലെയൊക്കെ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. സത്യസന്ധത എന്ന് പറയുമ്പോൾ ഇത്ര ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. അപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സങ്കടം ഉണ്ടാവും എന്നല്ലാതെ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്ത് വെച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ എന്താ പറയുക, സങ്കീർത്തന യജ്ഞാണ്. ഈ സങ്കീർത്തന യജ്ഞത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് കാലത്തും ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ യജ്ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ട് നല്ല കാറ്റുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഹോമം കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ട് യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? അല്ല. നമ്മള് സ്ഥലം സന്ദർഭം ഒക്കെ നോക്കണം മറ്റുള്ള ഏത് യജ്ഞങ്ങൾക്കാണെങ്കിലും. പക്ഷേ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന് വന്നിട്ട് ഏത് സന്ദർഭത്തിലായാലും ഏത് പ്രദേശത്തായാലും എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ഹരേകൃഷ്ണ മന്ത്രം. അതും ചൈതന്യ മഹാപ്രഭു സ്വയം വന്ന് തന്നതാണ് അല്ലെ? ഭഗവാൻ എന്താണ് കാരുണ്യാവതാരാണ്. ശരിക്കും പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ചണ്ണാവതാരാണ്. ഒരു ഭഗവാന്റെ ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് അല്ലെ? ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ. 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 വാസുദേവായ വാസുദേവായ. യസ്മിൻ ഹരിർഭഗവാനിച്യമാന യസ്മിൻ ഇജ്ജാത്മമൂർത്തിർയജതാം സംതനോതി കാമാനമോഘാൻ സ്ഥിരജംഗമാനാം അന്തർബഹിർവായുരിവൈഷ ആത്മാ യസ്മിൻ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഹരിഹി പരമപുരുഷൻ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഇജ്ജമാനക ആരാധിക്കയാൽ ഇജ്ജ ആത്മാ എല്ലാ ആരാധ്യദേവന്മാരുടെയും സത്ത അഥവാ സർവ്വ ആരാധ്യദേവന്മാരുടെയും തേജസ് മൂർത്തിഹി രൂപങ്ങളിൽ യജതാം ആരാധിക്കുന്നവർ ശം ക്ഷേമം തനോതി വ്യാപിക്കുന്നു കാമാൻ ആഗ്രഹങ്ങൾ അമോഘാൻ പവിത്രത ലംഘിക്കരുതാത്ത സ്ഥിരജംഗമാനം ചരവും അചരവുമായ എല്ലാറ്റിലും അന്തക ആന്തരികം ബഹിഹി ബാഹ്യം വായുഹു വായു ഇവ പോലെ ഏഷക അവയിലെല്ലാം ആത്മാ ആത്മാവ് ജീവാത്മാവ്. വിവർത്തന ശ്രീല പ്രഭാതിക്ക് ജയ്. സർവ്വയജ്ഞങ്ങളിലും ഏതെങ്കിലും ഒരു പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിൽ പോലും പരമദിവ്യോത്തമൂർച്ചനെ ആരാധിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ ഏവരുടെയും പരമാത്മാവാകുന്നു. മാത്രവുമല്ല വായുവിനെ പോലെ ആന്തരികവും ബാഹ്യവുമായി അദ്ദേഹം സർവ്വതിലും നിലകൊള്ളുന്നു. ആകയാൽ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും അദ്ദേഹം മാത്രമാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞോലെ ഏത് ദേവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മള് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ട് അത് ആർക്കാണ് ചേരുക? പരമദിവ്യോത്തമ പുരുഷനെയാണ് ആരാധിക്കുന്നത്. കാരണം എല്ലാവരിലും പരമാത്മാവായിട്ട് ഭഗവാനാണുള്ളത്. അതുപോലെ തന്നെ എന്താണ് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ദേവതമാർക്ക് നമ്മൾക്ക് ഒന്നും തരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഭാവാർത്ഥം ചില പ്രപാദിക്ക് ജയ്. ചിലപ്പോഴൊക്കെ ഇന്ദ്രനെയും ചന്ദ്രനെയും പോലുള്ള ദേവന്മാരെ പോലും ആരാധിക്കുകയും അവർക്കായി യാഗാഗ്നിയിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു.
എങ്കിൽ തന്നെയും അത്തരം എല്ലാവിധ അർപ്പണങ്ങളും നിവേദ്യങ്ങളും യജ്ഞകർമ്മി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ആ യജ്ഞം ചെയ്യുന്ന ആള് വന്നു കഴിഞ്ഞിട്ട് അത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നാണ് ഭഗവാന് പറയുന്നത്. വേണ്ടിയിട്ട്. ആരാധകന് അഥവാ യജ്ഞം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവിധ ക്ഷേമങ്ങളും അഥവാ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ്. ചരവും അതെ. അചരവുമായ ഏതിന്റെയും പരമാത്മാവ് അഥവാ ചൈതന്യമൂർത്തി ഭഗവാനാകയാൽ ഉപാസിക്കപ്പെട്ടാൽ പോലും ഭഗവത് അനുമതി കൂടാതെ ദേവന്മാർക്ക് യാതൊന്നും തന്നെ യജ്ഞം ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇന്ദ്രനായാലും ബ്രഹ്മാവിനായാലും ആർക്ക് നമ്മൾ യജ്ഞം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമ്മൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യജ്ഞങ്ങൾ ചെയ്യുക അല്ലെ. ഒരു ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഘ്നങ്ങളൊന്നും വരരുത് എന്ന് വിചാരിച്ച ഏതെങ്കിലും കാര്യം നടക്കാം, അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. അപ്പൊ അതിന് ഉള്ള വിഘ്നങ്ങൾ വരാതിരിക്കാനുള്ള അനുഗ്രഹം യഥാർത്ഥത്തിൽ തരുന്നത് ആരാണ്? ഭഗവാൻ. ഭഗവാനാണ് ഗണപതി ദേവനോട് ഒക്കെ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഗണപതി ദേവൻ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഭഗവത്ഗീത 9:23 ഈ വസ്തുതയെ ഭഗവാൻ സ്വയം ഇപ്രകാരം ദൃഢീകരിക്കുന്നു. യേ അപ്യന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാനിതാഃ തേപി മാമേവ കൗന്ദേയ യജന്ത്യ അവിധിപൂർവകം. അവിധിപൂർവകം കണ്ടോ, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ. അതെ, മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയാണ് ഉപാസിക്കുന്നത്. ഹേ കുന്തിപുത്ര, എന്നാൽ അവർ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കാതെയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് ദേവന്മാരെ ആരാധിക്കുന്നത് ശരിക്കും ശരിയായിട്ടുള്ള ആരാധനാ രീതി അല്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും അത് സകാമ അകാമ സർവകാമ കാമോവ മോക്ഷകാമ ഉദാരതി എന്നാണ് പറയുന്നത്. ഓരോ നമ്മൾക്ക് എന്ത് വേണം, എന്ത് ആഗ്രഹ സാധ്യത്തിനാണെന്നുണ്ടെങ്കിലും അതല്ല ഭഗവാന്റെ ഗോലോകവൃന്ദം ഒരാഗ്രഹവും കൂടാതെ ഭഗവാനെ സമീപിക്കുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി, ഏത് തരത്തില് സമീപിക്കുകയാണെങ്കിലും ആരെയാണ് സമീപിക്കേണ്ടത്? ഭഗവാനെ തന്നെയാണ് സമീപിക്കേണ്ടത്. അതാണ് യഥാർത്ഥ രീതി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇപ്പൊ സമയമായില്ലേ, അടുത്ത ക്ലാസ്സിൽ അടുത്ത പാരഗ്രാഫോട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവർക്ക് ജയ പ്രഭാത് की जय, गुरु महाराज की जय, गौर प्रेमानंदे हरि हरि बोल. Thank you, Mataji. Thank you. Hare Krishna Mataji. Pranam Mataji. എല്ലാവർക്കും നാളെ മാതാജി.